ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചാലഞ്ച്. അപ്പൊ നമ്മള് ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ആഴവും വീതിയായിട്ട് കുഴിക്കുന്നത് എന്നാണ് നോക്കാൻ പോണത്. അപ്പൊ അതിന് നമ്മൾ 5 മിനിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് കുറെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ അവർക്ക് ഭാഗ്യത്തിനനുസരിച്ച് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ പേപ്പറിലും ആ സാധനങ്ങളുടെ പേര് എഴുതും. എന്നിട്ട് കുലുക്കിയെടുത്തിട്ട് രണ്ട് പീസായിട്ട് നമ്മൾ കുലുക്കിയെടുക്കും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് അതാണ് അവർക്ക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. വപ്പുക. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഏത് സ്ഥലമാണ് അവർക്ക് കിട്ടാൻ പോണതെന്ന് നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ അപ്പോൾ ഗൈസ് നമ്മളിത് കുലുക്കിയിട്ടിട്ട് എടുക്കാൻ പോകും. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ഇവിടെയാണ് കുലുക്കിയിടാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെയാണ് കുലുക്കിയിടാൻ പോകുന്നത്. അപ്പോൾ കുലുക്കിയിട്ടാണ് അച്ഛൻ വിളിക്കുന്നു. എടുത്തോളം ഒരാൾക്കാർ വരുന്നു. നമുക്ക് ഓരോരാൾക്കാർക്ക് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഓരോ കുഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ടൂൾസ് വേണം. അപ്പം നമ്മുടെ ചാലഞ്ചിങ് ആൾക്കാർക്ക് കുറേ ടൂൾസ് വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് അതും നമ്മൾ കുലുക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ്. നമ്മളുടെ കുഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഗൈസ്. നമ്മൾ ആദ്യം വാരാനുള്ള സാധനമാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിന്ന് കുത്താൻ പോകുന്ന സാധനങ്ങളാണ് എടുക്കാൻ പോണത്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളുടെ കുത്താൻ പോണ സാധനങ്ങള്. കുലുക്കിയിടാം. അപ്പൊ എനിക്ക് 3 ആ കിട്ടിയിരിക്കുന്നത്. ഇതാ 3 2 1. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് വാരാനുള്ളതാണ്. പക്ഷെ എന്നാലും അത് കുത്തുകയും ചെയ്യട്ടോ ഗൈസ്. ഇപ്പൊ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? കിട്ടിയാ പറയും. എനിക്ക് 2 ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് 3. അപ്പോൾ 1 ഓക്കെ. അപ്പോൾ നമ്മളുടെ സാധനങ്ങളൊക്കെ അവിടെ നിരത്തി വെക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മളുടെ സാധനങ്ങൾ. ഇപ്പോൾ നമ്മളുടെ ശ്രീകുട്ടി / ദീക്ഷയ്ക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആദിമച്ചാന് ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പുതിയൊരു ക്യാരക്ടറാണ്, അതാണ് അമ്പാടി ഋഗ്വേദ്. ഇപ്പോൾ അവൻ ഇതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. മെല്ലെ കുത്തിയാൽ മതി. 5 മിനിറ്റ് സമയമുണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മളുടെ ആൾക്കാർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 5 മിനിറ്റാണ് അവർക്ക് സ്ഥലം. മെല്ലെ കുത്തി. പെട്ടെന്ന് കുത്തൊന്നും വേണ്ട. അപ്പം ആ വീതിയിൽ തന്നെ കുഴിക്കണം കേട്ടോ ഗൈസ്. ആ വീതി എവിടെയെന്നറിയില്ല. കുഴിച്ചുകൊണ്ടിരിക്കും. നീ എൻ്റെ സാധനങ്ങളുടെ മുകളിലിടണ്ട. നീ ഒരു പേടിക്കടി. ആരെ ഫസ്റ്റ് നോക്കാം. അപ്പത്ത് നമ്മളുടെ ധ്രുവി അവിടെ കളിച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പം നമ്മൾ ചാലഞ്ചിങ് ചെയ്യണേ. കുത്തണൊന്നുമില്ല. സംസാരിക്കാനൊന്നും ടൈമില്ല. പറ്റുന്നത്ര വേഗത്തിൽ കുഴിക്കുക. എത്ര ആഴമാണ് നമ്മൾ ടേപ്പ് വെച്ചിട്ടൊക്കെ നോക്കും ഗൈസ്. വീതി അതേപോലെ തന്നെ നോക്കും.
പറ്റണത്ര വീതിയും പറ്റണത്ര ചിലപ്പോ അത് കുഴപ്പമില്ല. പറ്റണത്ര വീതിയും പറ്റണത്ര ആഴവും ചെയ്യാം. കല്ലുണ്ടെങ്കിലോ മണ്ണുണ്ടെങ്കിലോ അതൊന്നും കാര്യമില്ല. കാരണം നമ്മൾ കുലുക്കിയിട്ടത് കൊണ്ടാണ് കിട്ടിയിരിക്കുന്നത്. വേരുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ സമയം വേഗം ചെയ്തോ. വീതിയാക്കാൻ ആഴമാക്കാൻ പറ്റുന്നില്ല വെച്ചാൽ വീതിയാക്കുക. വീതിയാക്കുക. ആ മരം ഉണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ അവിടെ രണ്ടെണ്ണം. എൻ്റെ അവിടെ ഒന്നുമില്ല. എൻ്റെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കുത്തിയാലേ എല്ലാം പോകും. ചെറുതായിട്ടുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. അത് വലിച്ചു കളയാം. ചെറുതായിട്ടല്ലേതാ പുഴുവൊന്നും നോക്കണ്ട. എല്ലാം ഉണ്ടാവും. അത് വാരിക്കളാ. വാരാൻ സ്ഥലം ഉണ്ടല്ലോ. ഇപ്പൊ ശ്രീകുട്ടിന്റെ കുഴി ഇത്ര ആയിട്ടുണ്ട്. നമ്മുടെ ആദിമച്ചാൻ ഇത്ര ആയിട്ടുണ്ട്. ആദിമച്ചാനെയാണ് ഇപ്പൊ ലീഡിൽ പോണത്. ഇതാ നമ്മളുടെ അമ്പാടിന്റെ ഇത്ര ആയിട്ടുണ്ട്. വേരിന്റെ മേലെ കൂടെ അവൻ ചീവിക്കൊണ്ടിരിക്കുന്നു. വേരിന്റെ മേലെ കൂടെ ചീവണ്ടാ പൊട്ടാണ്. വേറെ അവിടെ കുഴിക്കുക. എന്നാലും കുഴിക്കാൻ പറ്റില്ല. ഞാൻ അതാണ് വേറെ അവിടെ കുഴിക്കുന്നത്. എന്റെ ആഴമായിട്ടുള്ള വീതിയല്ല ആദ്യട്ടോ. വീതി ആഴവും രണ്ടും കണക്കാക്കും. രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് കണക്കാക്കുക. ഈ മരത്തിന്റെ കൂട്ടാണ് കേട്ടോ. ഈ സൈഡാണ് ഞാൻ കുഴിക്കുന്നത്. മരത്തിന്റെ കൂട്ട ഏറ്റവും കൂടുതൽ ആഴമുള്ള ഭാഗം വെച്ചിട്ടാണ് കൂട്ടുന്നത്. വേഗം കുഴിച്ചാൽ സമയം കഴിയും. ഇപ്പോൾ അല്ലെങ്കിൽ 2 മിനിറ്റ് ആയേ. ഇനി വീതിയാക്കണം. ഇനി 3 മിനിറ്റ് ബാക്കിയുള്ളൂ. നമ്മളുടെ കുറെ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗൈസ് ഇവര് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദിമച്ചനാണ് ഇപ്പോൾ ലീഡിലുള്ളത്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തിട്ട് നോക്കാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളുടെ ആദിമച്ചനാണ് ജയിച്ചിരിക്കുന്നത്. സെക്കൻഡ് അമ്പാടി, തേർഡ് ദിക്ഷ പാപ്പ. പക്ഷെ ദിക്ഷ പാപ്പൻ്റെ നല്ല ഷേപ്പായിട്ടുണ്ട് കേട്ടോ ഗൈസ്. യെസ്. അപ്പം സൂപ്പറായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആദിമച്ചാനാണ് ജയിച്ചിരിക്കുന്നത് ഗൈസ്.